കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടായിരുന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ച് കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എത്രത്തോളം ഒരു അവിഭാജ്യ ഘടകമാണ് പ്രാർത്ഥന എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്രത്തോളം പലപ്പോഴും അതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തരും പറയുന്നുള്ള കാര്യം. നമ്മൾ പല അവസരങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പക്ഷെ നമ്മൾ ഒരു താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകൾ, ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അരൂപിയിലായിരിക്കുന്നവരാണ് നമ്മൾ മിക്കവരും. പക്ഷേ അതിനപ്പുറത്തോട്ട് ഒരു സ്നേഹബന്ധം പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമുക്ക് ഓരോരുത്തർക്കും സൂക്ഷിക്കാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. കാരണം സങ്കീർത്തനം വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുള്ളവരെ പോലെ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് കിട്ടണം എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു മനോഭാവം പലപ്പോഴും നമുക്കുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ മലാക്കിയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന പ്രവാചകൻ പറയുന്ന ഓരോ കാര്യങ്ങളും പലപ്പോഴും പരിഭവത്തോടും വേദനയോടും സങ്കടത്തോടും കൂടി, എന്തേ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു പരിഭവത്തോടു കൂടി ആയിരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട്, എന്തേ എൻ്റെ പ്രാർത്ഥന മാത്രം തമ്പുരാനെ കേൾക്കാൻ എത്രയും താമസം, അല്ലെങ്കിൽ എന്തേ എന്നെ മാത്രം നീ കേൾക്കുന്നില്ല, ശ്രവിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനകൾ മാത്രം നീ കേൾക്കുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോട് നമ്മുടെ അർത്ഥനകളും പ്രാർത്ഥനകളും ചേർത്ത് വയ്ക്കുമ്പോഴും ഒരു പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ പൂർണ്ണമായ തനതായ ഒരു രൂപം, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് വളരെ ഭംഗിയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ കൂട്ടിച്ചേർക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒത്തിരി സമയം നിങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴും ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യം. കാരണം നമ്മുടെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ കുറേ താളുകളിലും അല്ലെങ്കിൽ കുറേ അക്ഷരത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനകൾ പോലെ ദൈവസന്നിധിയിൽ അത് ഉരുവിട്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പരാതികൾ പലപ്പോഴും കൂട്ടിച്ചേർക്കുന്നൊരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ച് മുന്നേറി പോകുന്ന ഓരോ നിമിഷവും നമ്മളൊരു ചെറിയതായ ഒരു കുഞ്ഞായിരിക്കുന്ന മുതൽ നമ്മൾ പക്വമായ അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരാളായി തീരുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടണം എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. കാരണം ആ ഒരു യാത്രയിൽ നമ്മൾ എത്രത്തോളം ആ ഒരു ആത്മീയ ബന്ധത്തിൽ ആഴ്ന്നു എന്നുള്ള കാര്യം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിഞ്ഞടക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈനംദിന പ്രവൃത്തി മാത്രമാകുമ്പോൾ തമ്പുരാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സ്നേഹ ബന്ധത്തിലാണ്. എത്രത്തോളം സ്നേഹമായിട്ട് അല്ലെങ്കിൽ സൗമ്യമായിട്ട് ഒരു സ്നേഹബന്ധം എൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. കാരണം
അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രാർത്ഥനകൾ രൂപാന്തരപ്പെടാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത് ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറേ സങ്കീർത്തനങ്ങളോ അല്ലെങ്കിൽ പല ബുക്ക് താളുകളിൽ പല ബുക്കുകളോ പ്രാർത്ഥനകളോ പലപ്പോഴും നമ്മൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പൂർണ്ണമായൊരു ഉത്തരം കൊടുത്താണോ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത്. കാരണം വളരെ ഭംഗിയായിട്ട് തമ്പുരാൻ നമ്മൾ ഓരോരുത്തരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുവിനും അത് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് വേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതൊരു വിലവര പട്ടിക പോലെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ചേർത്ത് വെക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു സാധനം മേടിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ലഭ്യമാക്കുന്ന ഒരിടത്ത് പലപ്പോഴും ഒരു വിലവര പട്ടിക പോലെ അല്ലെങ്കിൽ ഒരു വലിയ ലിസ്റ്റായിട്ട് കടന്നു ചെന്ന് ഇതൊക്കെ വേണമെന്ന് പറയുന്ന ഒരു മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. ഇപ്പോൾ ഓർക്കുക, ഒരു സുവിശേഷം പരിശോധിക്കുമ്പോൾ ആ ഒരു സാഹചര്യം കൂടി നമ്മളെപ്പോഴും മനസ്സിലാക്കണം. കാരണം അത്രത്തോളം പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ ചെന്ന് അതും അർദ്ധരാത്രിയിൽ, നമ്മൾ ഓർക്കുക, നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യൻ നമ്മൾ രാത്രിയിൽ അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ശല്യപ്പെടുത്തിയാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്നുള്ള കാര്യം. പക്ഷേ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തി വന്ന് വിളിച്ചാൽ നമ്മൾ ആ ഒരു വിളിക്ക് ഉത്തരം കൊടുക്കുകയും ആ ഒരു വേണ്ട ആൾക്ക് ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്തു കൊടുക്കും. കാരണം ഇത് സുവിശേഷം പരിശോധിക്കുമ്പോഴും ജനപാളിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചോദിക്കുന്ന ആൾ അത്രമേൽ ആരോ ആവശ്യത്തിന് വേണ്ടതായിട്ടുള്ളൊരു ആളാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പല സാഹചര്യങ്ങളും നമ്മളും ഒരു അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ടാകാം. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോയ അല്ലെങ്കിൽ വേദനിച്ചു പോയ ഇരുട്ടടച്ച ഒരു നാളുകളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലും വരാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദൈവത്തിലേക്ക് നമ്മളും ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകാം. പക്ഷേ തിരിച്ചറിയണ ഒരു കാര്യം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനോഭാവം എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പ്രതീക്ഷിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും ആ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും എത്രയും പെട്ടെന്ന് ഒരു മറുപടി കിട്ടണമേ എന്നുള്ള പ്രതിജ്ഞാബദ്ധതയോട് കൂടിയിട്ടാണ് പലപ്പോഴും ദൈവത്തിങ്കിലേക്ക് നമ്മൾ പോവുക. അതിനപ്പുറത്തോട്ട് എൻ്റെ ദൈവമേ, ഇങ്ങനൊരു ആവശ്യം എൻ്റെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിലുണ്ട്, ഇതുപോലുള്ളൊരു വേദന എൻ്റെ ജീവിതത്തിലുണ്ട്, ഇതിനെ നീ ഏറ്റെടുക്കണമേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നൊരു കാര്യമാണ്, ദൈവമേ എൻ്റെ ഏറ്റവും നന്നായിട്ട് നിന്നോട് സംസാരിക്കാൻ പഠിപ്പിക്കണമേ. കാരണം കാലം അറിഞ്ഞു പോയ മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന വളരെ ഭംഗിയായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഏറ്റവും നന്നായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രാർത്ഥന. കാരണം പലപ്പോഴും നമ്മൾ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് പലപ്പോഴും സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ആത്മീയ ബന്ധം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.